നമസ്കാരം. കോൺഗ്രസിൻ്റെയും അന്തംഗമികളുടെയൊക്കെ ഇടപെടലുകൾ ഏതൊക്കെ തരത്തിലാണ് ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടമാവുമ്പോൾ നുണപ്രചരണം നടത്തുന്ന പല രീതികളുമുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല. ഈ തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് എന്ന വിഷയത്തെ അധികരിച്ച് നടന്ന ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് BJPയുടെ വക്താവായിട്ടുള്ള സന്ദീപ് ജി വാര്യറും പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അതിൽ നിന്ന് ലഭിച്ചത്, ആ ഡിസ്കഷനിൽ ലഭിച്ച ചില മികച്ച അനുഭവങ്ങൾ അദ്ദേഹം ഇതിനകത്ത് പങ്കുവയ്ക്കുകയായിരുന്നു. ആ പങ്കുവയ്ക്കപ്പെട്ട കാര്യങ്ങളിൽ ചിലതൊക്കെ നമ്മൾ കേൾക്കേണ്ടതുണ്ട് എന്ന് എനിക്കും തോന്നി. ആ കോളേജിൽ നടന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട ആ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടന്ന ഒരു പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അതൊരു വളരെ വലിയ മികച്ച അനുഭവമായിരുന്നു അദ്ദേഹത്തിന് എന്നായിരുന്നു. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വളർച്ചയും വികാസവുമൊക്കെ എന്തൊക്കെയാണ് എന്ന് ഒക്കെ എല്ലാം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം. കോൺഗ്രസും CPM ഒക്കെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന പലതരത്തിലുള്ള വിഷയങ്ങൾ, ആ പല വിഷയങ്ങളും വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുകയാണ് അദ്ദേഹം. അംബേദ്കർ കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചത് ബെഞ്ച് ഓഫ് ബ്രാഹ്മൺ ബോയ്സ് എന്നായിരുന്നു എന്നും അംബേദ്കറെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരും നെഹ്റുവുമാണ് നേരിട്ട് പ്രചാരണം നടത്തിയത് എന്നുമൊക്കെ വളരെ വ്യക്തമാക്കി പറയുവാൻ കഴിഞ്ഞു എന്നും സന്ദീപ് പറയുന്നുണ്ട്. അംബേദ്കർ രൂപീകരിച്ച സംഘടനയുടെ സെക്രട്ടറി ആയിട്ടുള്ള RSS പ്രചാരകനായിരുന്ന BMSൻ്റെ സ്ഥാപകൻ കൂടിയായിരുന്നിട്ടുള്ള ദത്തോപാന്ത് റോൺഗിജി അദ്ദേഹമായിരുന്നു ആ അംബേദ്കറുടെ സംഘടനയും ജനസംഘവുമൊക്കെ തമ്മിൽ തെരഞ്ഞെടുപ്പ് സഖ്യം വരെ ഉണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്നും ആ സഖ്യമുണ്ടാക്കിയതും അംബേദ്കർ RSS ക്യാമ്പ് സന്ദർശിച്ച് ജാതി വേർതിരിവുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ആ ജാതി വേർതിരിവുകളില്ലാത്ത സംഘത്തിൻ്റെ അന്നത്തെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചതും ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നു. നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും ഒക്കെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ, ചരിത്ര വസ്തുതകൾ സഹിതം ചൂണ്ടിക്കാട്ടി സംസാരിക്കാൻ കഴിഞ്ഞത് വലിയ കാര്യമായി അദ്ദേഹം പറയുന്നുമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് സന്ദീപിന് അങ്ങനെ പറയേണ്ടി വന്ന ഒരു കാര്യമുണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ആത്മനിർവൃതിയോടുകൂടി അത് ഓർക്കാൻ കഴിഞ്ഞത് എന്ന് വെച്ചാൽ, ഒരു കാലഘട്ടം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില മതേതരത്വ മുഖങ്ങളുണ്ട്. മതത്തിൻ്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും ആ കഴിഞ്ഞ കാലഘട്ടത്തിൽ, അംബേദ്കറിൻ്റെ കാലഘട്ടത്തിൽ പോലും മതേതര മുഖത്തോടുകൂടി പ്രവർത്തിക്കപ്പെട്ട, ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ അല്ലാതെ പ്രവർത്തിക്കപ്പെട്ട സംഘപരിവാർ സംവിധാനങ്ങളെക്കുറിച്ച്, വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞതിനെക്കുറിച്ചുമൊക്കെ അംബേദ്കർ അടക്കം പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ഓർക്കാൻ കഴിയുന്ന ഒരു പാനൽ ഡിസ്കഷൻ. അതിനകത്തേക്ക് ഈ വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനമായി തോന്നും ഏതൊരു ഭാരതീയനും. കാരണം ഇന്ന് ഈ RSSനെയും സംഘപരിവാരത്തിനെയും ഒക്കെ വർഗീയതയുടെ മുഖത്തോടുകൂടി നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ചിലരെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിലല്ലായിരുന്നു ഈ സംഘപരിവാർ ശക്തികൾ രൂപം കൊണ്ടത് എന്നും അതെന്തിനു വേണ്ടിയായിട്ടാണ് നിലകൊണ്ടത്, അതിൻ്റെ പടിപടിയായിട്ടുള്ള വളർച്ചയായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും സംഘപരിവാരവുമൊക്കെ. ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധം അതിനോടൊപ്പം ചേർന്നു പോകാൻ കഴിയുന്നവരുമായി മാത്രം അംഗബലം കൂട്ടാൻ കഴിയുകയും അതിനുശേഷം വളർന്നു വരികയും ചെയ്ത ഒരു പ്രസ്ഥാനമായി ഈ ജനസംഘം ഉണ്ടാകുന്നു. ജനസംഘത്തിലൂടെ അംബേദ്കറിൻ്റെ പാർട്ടിയും ചേരുന്നു. അതിനുശേഷം ഒരു പ്രവൃത്തി മണ്ഡലം എന്ന് പറയപ്പെടുന്ന ജനസംഘത്തിന് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള ഒരു ഇടമാക്കി മാറ്റുന്നു. 1980 വരെയുള്ള കാലഘട്ടങ്ങളിൽ സംഭവിച്ചത് അതാണ്. 1980 ശേഷം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമായി രൂപം കൊള്ളുകയും അതിനുശേഷമുള്ളത് ചരിത്രമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. കാലഹരണപ്പെട്ടു പോയി കിടന്നു എന്ന് പറയപ്പെടുന്ന പലതിനെയും ഉയർത്തിയെടുത്തു കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പൂർണ്ണശക്തി ആവാഹിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന പഴയ ജനസംഘത്തിന് കഴിയുന്നു എന്നുള്ളതും അതിന് RSSൻ്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും സംഘപരിവാരത്തിൻ്റെയും ഒക്കെ പിന്തുണ ലഭിക്കുന്നതുമൊക്കെ അതിനുശേഷമുള്ള ഒരു കഥയും ചരിത്രവുമാണ്. അങ്ങനെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്വീകരിച്ചിരുന്ന മാർഗങ്ങളും അവരുടെ ചിന്താധാരയുമൊക്കെ എത്രത്തോളം വലുതാണ് എന്ന് തുറന്നു കാട്ടുവാൻ ഇതിലൂടെയാണ് കഴിയുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് സന്ദീപ് ജി വാര്യരുടെ ആ വാക്കുകൾ. ഒപ്പം RSS എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം അതിനുശേഷം 1980 ശേഷം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ ഇന്ന് ഈ കാണുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ
അജയ്യമായി തീർക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ RSS എന്ന് പറയപ്പെടുന്ന ആ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഈ RSS എന്ന് പറയപ്പെടുന്ന സംഘടനയും സംഘപരിവാരുമാണ് എന്ന് ഓർക്കാൻ കൂടി ഈ സമയം വിനിയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെ വലിയ ശക്തിയാകാൻ ഒരു വലിയ സംഘബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു സംഘടനയുടെ അടിസ്ഥാനത്തിൽ, ആ സംഘടനയുടെ പിൻബലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ ആശാകേന്ദ്രമായി മാറുന്ന തരത്തിലേക്ക് വളരുവാൻ ആ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയിൽ നിന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.